മലയാളികൾക്ക് സുപരിചിതരാണ് ജിഷിൻ മോഹനും വരദയും. ഇരുവരും പ്രണയത്തിലായതും വിവാഹം കഴിച്ചതുമെല്ലാം വലിയ വാർത്തയായിരുന്നു. ഓൺ സ്ക്രീനിൽ നായികയും വില്ലനുമായിരുന്നവർ ജീവിതത്തിൽ നായികയും നായകനുമായപ്പോൾ ആരാധകരും അത് ആഘോഷിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്തു. ഓഫ് സ്ക്രീനിലെ ജനപ്രിയ ജോഡിയായിരുന്നു ഇരുവരും. എന്നാൽ ആരാധകരെ അമ്പരപ്പിച്ചുകൊണ്ട് ഇരുവരും പിരിയുകയായിരുന്നു. കഴിഞ്ഞ കുറച്ചു നാളുകളായി ജിഷിനും വരദയും പിരിഞ്ഞുവോ എന്ന ചോദ്യങ്ങളായിരുന്നു സോഷ്യൽ മീഡിയയിൽ നിറയെ ഉണ്ടായിരുന്നത്. താരങ്ങളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും മറ്റും ഇത്തരത്തിലുള്ള സൂചനകൾ നൽകുന്നതുമായിരുന്നു. ഇതിനിടയിലാണ് ഈ അടുത്ത് താനും വരദയും പിരിഞ്ഞുവെന്ന് ജിഷിൻ തന്നെ വ്യക്തമാക്കിയത്. താരത്തിന്റെ തുറന്നു പറച്ചിൽ വലിയ ചർച്ചയായി മാറിയിരുന്നു. ഇതിനിടെ ഇപ്പോഴിതാ വരദ പങ്കുവച്ച ഒരു സോഷ്യൽ മീഡിയ കുറിപ്പ് ചർച്ചയായി മാറുകയാണ്. തന്റെ ചിത്രങ്ങളോടൊപ്പം വരദ ജീവിതത്തെക്കുറിച്ച് എഴുതിയ വരികളാണ് ചർച്ചയായി മാറുന്നത്. ജീവിതം കരഞ്ഞിരിക്കാനുള്ളതല്ല എന്നാണ് വരദ പറയുന്നത്. പിന്നാലെ ഈ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയും ചെയ്തു. ജിഷിന്റെ അഭിമുഖത്തിന്റെ കൂടെ പശ്ചാത്തലത്തിലാണ് സോഷ്യൽ മീഡിയ വരദയുടെ വാക്കുകളെ വിലയിരുത്തുന്നത്. ഇന്നലെ ഞാൻ പുഞ്ചിരിക്കുകയായിരുന്നു, ഇന്നും ഞാൻ പുഞ്ചിരിക്കുകയാണ്, നാളെയും ഞാൻ പുഞ്ചിരിക്കും. ജീവിതം വളരെ ചെറുതാണ്, കരഞ്ഞിരിക്കാനുള്ളതല്ല എന്നാണ് വരദ കുറിച്ചിരിക്കുന്നത്. നിരവധി പേരാണ് പോസ്റ്റിന് താഴെ കമന്റുകളുമായി എത്തിയിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിലാണ് താനും വരദയും പിരിഞ്ഞുവെന്ന് ജിഷിൻ വ്യക്തമാക്കിയത്. എന്നാൽ എന്താണ് വേർപിരിയാനുള്ള കാരണമെന്ന് ജിഷിൻ പറയാൻ കൂട്ടാക്കിയില്ല. വികാരഭരിതനായിട്ടായിരുന്നു ജിഷിന്റെ പ്രതികരണം. ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ജിഷിന്റെ പ്രതികരണം. തങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ഉണ്ടായത് എന്ന് ചികഞ്ഞു നോക്കേണ്ട ആവശ്യം ബാക്കിയുള്ളവർക്കില്ലല്ലോ. അറിഞ്ഞിട്ട് ഇപ്പോൾ എന്താക്കാനാണ്? എന്തെങ്കിലും പോസ്റ്റിട്ടാൽ അത് മറ്റേയാൾ പറഞ്ഞതിനുള്ള മറുപടിയാണോ എന്നൊക്കെ ചികഞ്ഞു നോക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിഞ്ഞിരിക്കുന്നവരുണ്ട്. അവർ കണ്ടുപിടിക്കാൻ ശ്രമം നടത്തണ്ട എന്നാണ് ജിഷിൻ പറയുന്നത്. മുൻപൊരു അഭിമുഖത്തിൽ താൻ പറഞ്ഞിട്ടുണ്ട്, ഡിവോഴ്സ് ആയാലും ഇല്ലെങ്കിലും എന്താണ്, ഇനിയിപ്പോൾ ഡിവോഴ്സ് ആയി എന്ന് തന്നെ വെക്കുക, താൻ സിംഗിളാണ്, ഫ്രീ ആണ്, ആരെങ്കിലും ഉണ്ടോ കല്യാണം കഴിക്കാൻ വേണ്ടി, എന്തിനാണ് ഇതൊക്കെ ചോദിക്കുന്നത് എന്നും ജിഷിൻ തുറന്നടിക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം. താൻ മൂടി വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ പിരിഞ്ഞു, ഞങ്ങൾ വിവാഹമോചിതരാണ്, അതിലിപ്പോൾ എന്താണ്, അത്രയുള്ളൂ എന്നും ജിഷിൻ പറയുന്നുണ്ട്. അമല എന്ന പരമ്പരയുടെ ചിത്രീകരണത്തിനിടയിലാണ് വരദയും ജിഷിനും പ്രണയത്തിലാകുന്നത്. പരമ്പരയിലെ നായികയായിരുന്നു വരദ. ജിഷിൻ വില്ലനായും അവതരിപ്പിക്കപ്പെട്ടു. അധികം വൈകാതെ തന്നെ ഇരുവരും വിവാഹം കഴിക്കുകയും ചെയ്തു. ഇരുവർക്കും ഒരു കുട്ടിയുമുണ്ട്. കുട്ടി ഇപ്പോൾ വരദയ്ക്കൊപ്പമാണ് താമസിക്കുന്നത്. നേരത്തെ വരദ ഒരു യൂട്യൂബ് ചാനലിൽ തൻ്റെ ഹോം ടൂർ നടത്തിയപ്പോൾ കുട്ടി കൂടെയുണ്ടായിരുന്നു. ഇതോടെയാണ് ഇരുവരും പിരിഞ്ഞു എന്ന വാർത്ത ചർച്ചയായി മാറിയത്. എന്തായാലും ജിഷിനും വരദയും പിരിഞ്ഞുവെന്ന കാര്യം ജിഷിൻ തന്നെ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. എന്നിരുന്നാലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്ത് നടക്കുന്നുവെന്ന് അറിയാൻ ആകാംക്ഷയുള്ള മലയാളികൾ അവരുടെ ജീവിതത്തിലും ഒളിഞ്ഞു നോക്കുകയാണ്.